ആ, നീ അകത്ത് കയറിയിട്ട് കുറേ നേരം ആയല്ലേ? ഇത്രയും നേരം എന്താ ഇത്? ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കാ സമാധാനമായത്. വളരെ ടയേർഡായിരുന്നു. എനിക്ക് നല്ലൊരു ജ്യൂസ് എടുത്തേരേ, നല്ല ക്ഷീണമുണ്ട്. ഇക്കായ്ക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ആ, നിന്റെ ബ്രീഫ് കേസ് അവിടെ ഇരിക്കുന്നു, അതെട്. ഓ, എൻ്റെ ബ്രീഫ് കേസ് ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ ഇതുകൊണ്ട് ഒന്ന് സെറ്റ് ആക്കട്ടെ. എൻ്റെ ഡ്രസ്സെല്ലാം ഇതിലുണ്ട് ഒരുപാട്. വാ, നീ വാ, തിരിക്കാം. ജ്യൂസ് എടുത്ത് വെക്കാൻ പറ, ഞാൻ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. വാടേ. ഇപ്പൊ ആ, എങ്കിൽ പോ, ഞാനങ്ങ് വരാം. സാഫി, എന്ത് ജെസ്സി? ഒന്നിങ്ങി വാ. എന്താ ജെസ്സി? ഈ ഷെൽഫിലൊക്കെ ഇതാരുടെ സാധനങ്ങളാ? അത് ഷെമിയുടെ. ഇതൊക്കെ മുമ്പ് ഒതുക്കണ്ട സഫി. ഞാൻ ഇത് വന്ന് കയറുന്നതിന് മുമ്പ് ഇതൊക്കെ എനിക്ക് വേണ്ടി ഒതുക്കി ഇടണ്ടായിരുന്നോ? എന്റെ തിരക്കിന്റെ ഇടയിൽ ഞാനങ്ങ് മറന്നുപോയി. ഷെമി. ഓ, അതിൽ വേറൊരു കാര്യം കൂടെ. ഇങ്ങനെയാണോ ഒരു മണവറ സെറ്റ് ചെയ്യേണ്ടത്? ഇതെന്തെങ്കിലും നിങ്ങൾ ഒരു ബെഡ്ഷീറ്റ് പോലും മാറ്റിയിട്ടില്ലല്ലോ. ഷെമി, ഇതൊക്കെ ചെയ്യണ്ടേ അല്ലേ? എന്താക്കാ വിളിച്ചേ? ഈ ഷെൽഫിലുള്ളതെല്ലാം പറക്കി മാറ്റിക്കോട്. അത് ഞാൻ എവിടെ കൊണ്ടുവയ്ക്കാം? കാലിയാക്ക്. അതൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഈ ബെഡെല്ലാം ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്. ആ, ഞാൻ മാറ്റിയേക്കാം. ഒഞ്ഞതി കയറി ഇറങ്ങാൻ വേണ്ടിയായിരിക്കും ഇത് തന്നെ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ. ബെഡ് തട്ടിയല്ല, ഒന്ന് മണവറ പോലെ സെറ്റ് ചെയ്ത് കൂടായിരുന്നോ? ഓ, അതങ്ങനെയാ. പിന്നൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഈ സാധനങ്ങൾ പറക്കുന്നതോടുകൂടി മനസ്സോടുകൂടി ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇനി മുതൽ ഇത് എൻ്റെ റൂമാണ്, ഞങ്ങളുടെ റൂമാണ്. ഇനി ഇതിനകത്ത് കയറാൻ വരരുത്. ഈ സാധനങ്ങളെല്ലാം പറക്കി കൊണ്ടുപോവുക. നിങ്ങൾ വൃത്തിയാക്കാൻ പോലും ഇതിനകത്ത് കയറരുത്. അതെനിക്ക് ഇനി ഇഷ്ടമുള്ള കാര്യമല്ല. ദേ, സഫി അങ്ങ് പറഞ്ഞുതരാ, പറയാനുള്ളതല്ല. ഷെമി, വേഗം വൃത്തിയാക്ക്, റെഡിയാക്ക്, ക്ലിയർ ആക്കിയിട്. വാ, നമുക്ക് പുറത്തോട്ടിരിക്കാം. ഷെമി, നിക്ക്, ഒരു കാര്യം പറയട്ടെ. എന്തൊക്കെ? ജെസ്സി, നീയും കൂടെ കേൾക്കാനാ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ഒച്ചയോ ബഹളോ ഒന്നും ഉണ്ടാക്കരുത്. ഈ 4 ചുവരിന് പുറത്ത് നിങ്ങളുടെ രണ്ടുപേരെ സൗണ്ട് പുറത്ത് കേൾക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമയോട് കഴിയുന്നെന്ന് പുറത്തുള്ളവരറിയണം. അങ്ങനെ അറിയാവൂ. ജെസ്സിയോടും കൂടിയാണ് ഈ പറയുന്നത്. എന്തായാലും നിങ്ങളുടെ ലീഗലി ഭാര്യ ഞാനല്ലേ? അതിനെന്ത്, ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. അപ്പൊ ഇത്രയും നാളും അങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത്? ആ, അത് പറഞ്ഞത് അന്ന്. ഇപ്പോഴ് ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. പറഞ്ഞ മനസ്സിലായ? ഷെമി, വേഗം വൃത്തിയാക്കിയിട്, ചെല്ല്. നീ എന്തെങ്കിലും പറ. വേണ്ട, ഞാൻ പിണക്കോ? എന്തിന്? നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്താ? ഞാൻ നിന്നോടല്ല അവളോട് പറഞ്ഞല്ലേ, നീ അത് വലിയ കാര്യമാക്കണ്ട.
പിന്നെ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്തിനാ? നിന്നോട് നീയും കൂടെ അറിയാനാ പറഞ്ഞു. അവളത് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലേ. അവളെ മുമ്പിൽ വെച്ച് എന്നോട് ഇനി ചൂടാവരുത്. അവളെ മുന്നിൽ വെച്ച് എന്നെ എപ്പോഴും പുന്നരിക്കണം. അല്ലെങ്കിൽ ഞാൻ പിണങ്ങും. അറിയണ്ട ഞാൻ പിണങ്ങി എങ്ങനെ. നിനക്ക് എന്നോട് പിണങ്ങാൻ പറ്റുമോ? അങ്ങനൊന്നും പറ്റും. വരുന്നു. അവരോട് മുകളിൽ റൂമുണ്ടല്ലോ, അവിടെ പോകാൻ പറ. ഇവിടെ കൂട്ടും. എനിക്കിവിടെ എപ്പോഴും ഒരു കാണാനൊന്നും പറ്റില്ല. അത് പറയണം. അതൊക്കെ ഞാൻ പറയാം, നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ നാട്ടുകാരുടെ മുമ്പിലൊന്നും പറയാൻ പോകില്ല. ഞാൻ എപ്പോഴും ചിരിച്ചിരിച്ച് നിൽക്കും. പക്ഷെ എനിക്ക് മനസ്സുകൊണ്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യം നാട്ടുകാർ അറിയരുത്. ഞാനൊന്നും പറയാൻ പോകില്ല. എനിക്ക് ആരുമായിട്ടും കണക്ട് ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ ലൈഫ് അനുസരിച്ച് ജീവിക്കും. അവളെ ഞാനൊന്ന് ഒതുക്കി നിർത്തിയല്ലേ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. കുട്ടികളെയൊന്നും റൂമിനകത്തോട്ടൊന്നും കയറ്റരുത്. ഇന്ന് തൊട്ട് എൻ്റെ പ്രൈവസിയാണ് ആ റൂം. അതുകൊണ്ട് ആ കുട്ടികളൊന്നും കയറി വരരുത്. മക്കളല്ലേ അടിയത്, നീ മക്കളോടൊന്നും പറയണ്ട, അവർ കയറി വരട്ടെ. റൂമിൽ പറ്റില്ല. ഞാനത് ഇപ്പോഴേ പറഞ്ഞേക്കാം. അതൊക്കെ ഞാൻ പറയാം, റൂമിൽ വരത്തില്ല. അപ്പോഴും പണങ്ങിയ എനിക്ക് ജ്യൂസും കിട്ടിയില്ല. പിന്നെ ഒരു ഗ്ലാസ് പാലും കൂടെ സെറ്റ് ചെയ്ത് വേ. അവിടെ എല്ലാം എടുത്ത് മാറ്റിയല്ലോ. എല്ലാം എടുത്ത്. എല്ലാം റെഡിയാക്കിയോ? ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ഇല്ലല്ലേ. ഇനി അതിനകത്ത് കയറാൻ വരരുത്. അവിടെ ഇനി ഒരു തുരുമ്പോലും കാണരുത്. നമുക്ക് അങ്ങോട്ട് പോവാം. പെട്ടെന്നാട്ടെ. ആ സ്നാക്സും അത് ബാഗിൽ വെച്ചിട്ടുണ്ടേ. ബസ് വരാറായി. പെട്ടെന്നാവട്ടെ മോനെ. ആ ലഞ്ചതി വെച്ചിട്ടുണ്ട്. ബസ് വരും, ഇറങ്ങ. എന്താ ഇത് രാവിലെ ഇവിടെ ഇത്ര ബഹളം? പാത്രങ്ങളൊക്കെ എനിക്ക് സൗണ്ട് കേട്ടിട്ട് കിടക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് എന്റെ കുട്ടികളെ സ്കൂളിൽ വിടണ്ടേ, അവർക്കുള്ള ലഞ്ചൊക്കെ ഒരുക്കണ്ടേ. അപ്പൊ ചെറിയ സൗണ്ടൊക്കെ കേട്ടെന്നിരിക്കും. അതിന് നിങ്ങളെ മക്കളെ സ്കൂളിൽ വിടുന്നതിന് എന്റെ ഉറക്കം കളയുന്ന എന്തിന്?
ആ, അതിന് മണി 9 ഞാൻ കുറച്ച് താമസിച്ച് എഴുന്നേക്കാറുള്ളൂ. അങ്ങനെ എൻ്റെ വീട്ടിലെ ശീലം. ഇത് ശബ്ദം ഇല്ലാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി അടിക്കുക ചെയ്തോണം. കുട്ടികളാണെങ്കിൽ അതിനും കഴിയും ബഹളം. ഉമ്മ വാപ്പാന്ന് പറഞ്ഞോട് ബഹളം. പിന്നെ ഇക്കായ വന്നെപ്പോഴും വിളിക്കുന്ന എന്തിനാ? മക്കളെ വാപ്പ അല്ലേ അത്? അപ്പൊ അവരെന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് വന്ന് കണ്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ഓ, അതിനി മുതൽ അതൊന്നും വേണ്ട. ഓ, രാവിലെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നല്ലൊരു ബെഡ് കോഫിയാ. ബെഡ് കോഫിയോ? വേണ്ടുന്നവർ തന്നെ അങ്ങ് ഇട്ട് കുടിച്ചാൽ മതി. എനിക്ക് ഈ അടുക്കളയിൽ കിച്ചണിൽ കയറിയൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. വീട്ടിൽ കുറെ സർവൻ്റ് ഉണ്ട്. സർവൻ്റ് ഇക്ക എഴുന്നേറ്റില്ലേ? സാഫി എഴുന്നേറ്റില്ല, കുറച്ച് കഴിയും. എന്താ ഇപ്പൊ വല്ല ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അത് ഞാൻ പറഞ്ഞോളാം. അതേ ഉള്ള ഇക്കാടെ യഥാർത്ഥ ഭാര്യ ഞാനാണ്. നീ ഇതാണ്. നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഓ, അങ്ങനെ അവകാശം സ്ഥാപിക്കാനോ? അതൊക്കെ പുറത്ത് ഷോയ്ക്ക് വേണ്ടി മാത്രം. അല്ല, അതൊന്നും ഞാൻ അനുവദിക്കുന്നതല്ല. സഭിക്കും അറിയാം. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് അതിനകത്തൊന്നും ഇടപെടാൻ വരണ്ട. ഇവിടെ ജീവിക്കുന്നെങ്കിൽ ഒരു സർവൻ്റായിട്ട് മാത്രം. ഞാൻ പറയുന്നതനുസരിച്ച് നീ ജീവിച്ചാൽ മതി. ഓ, ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ നിന്റെ മക്കളെ നിനക്ക് ഇവിടെ വെച്ച് വളർത്താം. അല്ലെങ്കിൽ നീ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരും. എന്തോന്ന് ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ സഫി? പുറത്ത് നിന്റെ കരച്ചിലോ ബഹളോ ഒന്നും കേൾക്കാൻ പാടില്ല. നീ എന്നെ ഭരിക്കാനൊന്നും വേണ്ട. അവിടെ ഒരാളെ കിട്ടിയില്ല എനിക്ക്, പോയി അങ്ങ് ഭരിച്ചാൽ മതി. അങ്ങനെയൊക്കെ ആളുകളുടെ മുൻപിൽ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. അതൊക്കെ ഞാൻ കീപ്പ് ചെയ്തോളാം. അതെൻ്റെ കാര്യം. നീ ഇപ്പം എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടണ്ട കേട്ടോ. കൂടുതൽ കയറി സംസാരിക്കാൻ വേണ്ട. നല്ലപോലെ പോകുന്ന ആണുങ്ങളെ കറക്കിയെടുത്ത് വലയിലാക്കി വെച്ചിട്ടുള്ളൂ വന്നേക്ക് നിന്നെ ഭരിക്കാൻ. ഇനിയും പഴയ രീതി തന്നെ തുടരും. നീ എന്താന്ന് വെച്ചാ ചെയ്. ഓ, അതൊക്കെ എനിക്കറിയാം. നീ കൂടുതൽ സംസാരിക്കാനൊന്നും വേണ്ട. സബി കിബിന്ന് വിളിച്ചോളൂ ആണുങ്ങളെ വലയിലാക്കിയിട്ട് വന്ന് വീട്ടിൽ ഭരിക്കാൻ വരുന്ന. നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഞാനല്ല പുറത്തു പോകുന്നത്, നീ നിന്റെ മക്കൾ തെരുവിൽ. എന്താ ഇവിടെ ഒരു ബഹളം? ഓ, ഒന്നുമില്ല സഫി, രാവിലെ അങ്ങ് ബഹളം തുടങ്ങി. അത് ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോയതാ. നീ എന്നെ സഫി സഫി എന്ന് വിളിച്ച പെണ്ണുങ്ങളെ പേരാണത് സഫി എന്ന് വിളിക്കുന്നത്. എന്റെ പേര് സഫീർ എന്നാണ്. പൊന്നിന് ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്നില്ല. ഞാൻ മുമ്പ് അങ്ങനെയല്ലേ വിളിച്ചോണ്ടിരുന്നത്. ഇനി അങ്ങനെ തന്നെ മതി. വിളിച്ചോ, നിന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം. അവളെ കളക്കി എടുത്തിട്ട് കുടുംബം നശിപ്പിക്കാൻ വന്നേക്കുന്ന അവളെ ഞാൻ വെച്ച് പൊറപ്പിക്കും ഇവിടെ.